Dear all, moments of a random variable. അതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ഒരു റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു. ആക്ച്വലി മൊമെൻറ്റ്സ് എന്ന് പറയുന്നതും എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ആ റാൻഡം വേരിയബിളിൻ്റെ പല ഫങ്ഷൻസ് മാറി മാറി വരുമ്പോൾ അതിന് പല പേരുകളും വരുമെന്ന് മാത്രം. ബേസിക്കലി നമ്മൾ പെർഫോം ചെയ്യുന്നത് എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. നമുക്ക് നോക്കാം, മൊമെൻറ്റ്സിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. അതിനു മുമ്പ് എക്സ്പെക്റ്റേഷൻ്റെ കണ്ടുപിടിക്കാനുള്ള ഒരു formula means the formula connecting with the distribution function of the random variable. അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കിയിട്ട് തുടങ്ങാം. See, this is the result. For any random variable x, expectation of mod x is finite. Means expectation of mod x finite means expectation of x exists. Okay. Expectation of mod x finite if and only if the integral minus infinity to 0 p of x less than or equal to x and integral 0 to infinity p of x greater than x dx both converge, and in that case expectation of x will be equal to difference of these two, integral 0 to infinity probability of x greater than x minus integral minus infinity to 0 probability of x less than x dx. ഇത് എക്സ് നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഈ ഫോർമുലയിൽ ഈ പാർട്ട് 0 ആയിട്ട് പോകും. കാരണം നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ എക്സ് പോസിറ്റീവ് വാല്യൂസ് മാത്രമല്ലേ എടുക്കുള്ളൂ. സോ നെഗറ്റീവ് വാല്യൂസ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 0 വരുന്നതുകൊണ്ട് ഈ സെക്കൻഡ് പാർട്ട് 0 ആയിട്ട് മാറും. ഇത് മാത്രമേ ആദ്യത്തെ ടേം മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്കതിൻ്റെ പ്രൂഫും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ജനറൽ കേസ് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ വി വിൽ prove this result for the case of a random variable that assumes only non-negative values. Okay, so we move to the proof of the theorem or result. So suppose that x is a non-negative random variable. Case 1, suppose that x is a non-negative random variable. X is a non-negative random variable. What's the meaning of saying that x is a non-negative random variable? That means probability that x assumes negative values. Okay, x assume negative values is 0. That is the meaning, right? Okay, so we want to show that expectation has this formula. Okay, assume that expectation is existing. Suppose that, okay, so suppose that expectation is x, expectation of mod x is finite. Okay, now look at a formula. We can write this x as integral 0 to x dx. Okay, ഇങ്ങനെ എഴുതാം അല്ലേ? ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് ഇങ്ങനെ എഴുതാം. യൂണിറ്റ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1ൻ്റെ ഇൻ്റഗ്രലായിട്ട് ബിറ്റ്വീൻ 0 to cap x ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടുള്ളൂ? cap x തന്നെ കിട്ടുള്ളൂ. നൗ ടേക്കിംഗ് എക്സ്പെക്റ്റേഷൻ. So this implies expectation of x will be equal to expectation of integral 0 to x dx. Okay, പക്ഷേ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇൻ്റഗ്രൽ 0 to x dx എന്ന് പറയുന്നത്, ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്ക് ഇവിടെ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to x dxനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ 0 to infinity indicator function of cap x greater than x. Okay, is it true? What is indicator function? Please note that indicator function of cap x greater than x greater than x means indicator function രണ്ട് വാല്യൂ എടുക്കുള്ളൂ. ഒന്ന് 0 അല്ലെങ്കിൽ മറ്റൊരു വാല്യൂ 1. Indicator function of a set is 1 if the point belongs to that set, 0 if the point does not belong to that set. അപ്പോൾ ഈ ഇവൻറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് എടുക്കുന്ന വാല്യൂസ് 1 ആണ്. എപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഈ സെറ്റിനകത്തുണ്ടെങ്കിൽ, അതായത് ഇഫ് സ്മോൾ എക്സ് ഈസ് സ്മോളർ ദാൻ ക്യാപ് എക്സ്. ഓക്കെ, ആൻഡ് 0 അതർവൈസ്. ഓക്കെ, 0 അതർവൈസ്. അപ്പോൾ നോക്കൂ, ഇൻ്റഗ്രൽ 0 to cap x dx ഇവിടെ 1 എന്നാണല്ലോ. ആ 1നെ ഞാൻ എന്ത് വെച്ചാൽ റീപ്ലേസ് ചെയ്യുന്നത്? ഈ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ക്യാപ് എക്സ് മുതൽ അങ്ങോട്ട് സ്മോൾ എക്സ് വേരി ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ലിമിറ്റിന് 0 to ഇൻഫിനിറ്റിയിലേക്ക് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഇൻ്റഗ്രൽ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇതേ എക്സ്പ്രഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ്റെ ടേമിന് എനിക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ എടുക്കാം.
എക്സ്പെക്റ്റേഷൻ എടുക്കുമ്പോൾ എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഈ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഇൻ്റഗ്രൽ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇൻ്റഗ്രൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇൻ എഫക്റ്റ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് ഈ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററും ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ആ ഇൻ്റർചേഞ്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് തന്നെയാണ്? വേരിയബിൾ ഇൻ്റഗ്രേഷൻ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഫുബിനിസ് തിയറം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ വി ജസ്റ്റ് ഇൻ്റർചേഞ്ചിങ് എക്സ്പെക്റ്റേഷൻ ഓപ്പറേറ്റർ ആൻഡ് ഇൻ്റഗ്രൽ ഓപ്പറേറ്റർ. സോ വി ഹാവ് ദിസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ ഓഫ് ദ ഇവൻറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുക്കാം. ഈ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷേ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്? സോ പ്ലീസ് നോട്ട് ഇൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് എ. ഓക്കെ, ഫോർ എനി ഇവൻറ്റ് എ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ ഏത് ഇവൻറ്റിൻ്റെയാണ്? ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഇവൻറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ടി എക്സ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എക്സ് ഒരു നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്പെക്റ്റേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ വാട്ട് വി ഹാവ് പ്രൂവ്ഡ്, ദാറ്റ് ഈസ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് if x is a non-negative, if x is a non-negative random variable, x is a non-negative random variable with expectation is existing or with expectation is finite, then its expectation is given by expectation of x equal to integral 0 to infinity probability of the event cap x bigger than small x dx. ഓക്കെ, ഈ എക്സ്പ്രഷൻ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സിനെ നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ടൈമിൽ എഴുതാം കേട്ടോ. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ഈസ് ദ കോംപ്ലിമെൻറ്റ് പ്രോബബിലിറ്റി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ദ കോംപ്ലിമെൻ്ററി ഇവൻറ്റ് ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ആണല്ലോ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ, ക്യാപ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 1 മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. എങ്ങനെയാണെങ്കിൽ എക്സ് ഒരു നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. പക്ഷേ ആ പ്രൂഫിൽ നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷനായിട്ട് ചെയ്ത് വേരിയബിൾ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഡബിൾ ഇൻ്റഗ്രേഷൻ ഇടുന്നതിന് പകരം ഇവിടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പുറത്ത് കാണുന്ന എക്സ്പെക്റ്റേഷൻ എന്ന ഓപ്പറേറ്ററിന് അതിന് ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ വരും. ഡബിൾ ഇൻ്റഗ്രൽ വരുമ്പോൾ നേരത്തെ ചെയ്ത പോലെ അങ്ങനെ ചെയ്യും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമ്മളത് അസ്യൂം ചെയ്യുന്നു. ഫുബിനി തിയറം വെച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം എന്നുള്ള രീതി ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് എത്താൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഈ റാൻഡം വേരിയബിൾ നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ. ഇനി കേസ് 2ൽ നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ അല്ല, ഒരു ജനറൽ റാൻഡം വേരിയബിൾ ആണ്. ലെറ്റ് എക്സ് ബി എനി റാൻഡം വേരിയബിൾ. ഓക്കെ, എക്സ് ബി എ ജനറൽ റാൻഡം വേരിയബിൾ. എക്സ് ബി എനി റാൻഡം വേരിയബിൾ നീഡ് നോട്ട് ബി നോൺ നെഗറ്റീവ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ എക്സിനെ നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾസിൻ്റെ ടേമിൽ എഴുതാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതിൻ്റെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ വി ഡിഫൈൻ, ഇൻ ദിസ് കേസ് വി ഡിഫൈൻ എക്സ് പ്ലസ് ടു ബി മാക്സിമം ഓഫ് എക്സ് ആൻഡ് 0. സോ ദിസ് ഇസ് അഗെയിൻ എ റാൻഡം വേരിയബിൾ. ഈ എക്സ് പ്ലസ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിളാണ്. ആ റാൻഡം വേരിയബിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ എക്സ് പ്ലസ് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് മാക്സിമം ഓഫ് ക്യാപ് എക്സ് ആൻഡ് 0. അപ്പോൾ 0യിൽ താഴെയല്ല ഒരിക്കലും ഇതിൻ്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആണ്. ഈ നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിളിനെ നമ്മൾ വിളിക്കുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ദ പോസിറ്റീവ് പാർട്ട്. ഓക്കെ, പോസിറ്റീവ് പാർട്ട് ഓഫ് x. This is a random variable called the positive part of the random variable cap x. And we defined the negative part as x minus equal to maximum of negative x and 0. Okay, നെഗറ്റീവ് എക്സിൻ്റെയും 0യുടെയും മാക്സിമം ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഇനി ഈ കേസിലാണെങ്കിലും എക്സ് മൈനസ് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവായിട്ട് കാണാൻ പറ്റും. കാരണം എക്സ് പോസിറ്റീവ് ആണെന്ന് സങ്കല്പിക്കും. എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുന്ന സമയത്ത് നെഗറ്റീവ് എക്സ് നെഗറ്റീവ് ആകും. അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് 0 ആകും. ഓക്കെ, 0 ആകും മാക്സിമം. സോ ഇത് നോൺ നെഗറ്റീവായി. ഇനി എക്സ് നെഗറ്റീവ് ആണെങ്കിലോ, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് എക്സ് പോസിറ്റീവായി.
ഇത് 0 ആയി. അപ്പോൾ 0യുടെയും ഒരു പോസിറ്റീവ് വാല്യൂൻ്റെയും മാക്സിമം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ. എനിവേ എക്സ് മൈനസും ഒരു നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആണ്. ആൻഡ് ദിസ് നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ഈസ് കോൾഡ് ദ നെഗറ്റീവ് പാർട്ട് ഓഫ് എക്സ്. ഓക്കെ, so please note that both x plus and x minus are non-negative random variable or non-negative random variables, and we can write x equal to x നെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ എഴുതാം, x plus minus x minus എന്ന് എഴുതാം. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നമ്മളിത് മുമ്പും മെഷർ തിയറിയിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഒരു ഫംഗ്ഷനെ പോസിറ്റീവ് പാർട്ടിൻ്റെയും നെഗറ്റീവ് പാർട്ടിൻ്റെയും കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും, ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. സോ എക്സ് ഈക്വൾ ടു എക്സ് പ്ലസ് മൈനസ് എക്സ് മൈനസ് എന്ന് എഴുതാം. ഇവിടെ ഈ എക്സ് പ്ലസും എക്സ് മൈനസും നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പെക്റ്റേഷന് നമുക്ക് ഈ ഫോർമുല ഉണ്ട്. ഓക്കെ, മാത്രമല്ല എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഇപ്പോൾ എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസിൻ്റെ എക്സ്പെക്റ്റേഷൻ മൈനസ് എക്സ് മൈനസിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ വി ഡു ദാറ്റ്. Since E is linear, expectation is linear, we have expectation of x equal to expectation of x plus minus expectation of x minus ഇങ്ങനെ എഴുതാം. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസിൻ്റെ എക്സ്പ്രഷൻ എന്താ വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റാൻഡം വേരിയബിൾ ആണ്, നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആണ്. നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പ്രോബബിലിറ്റിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ക്യാപ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്ന ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയെ 0 to ഇൻഫിനിറ്റിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ കിട്ടും. സോ എക്സ് പ്ലസിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എക്സ് പ്ലസ് ഗ്രേറ്റർ ദാൻ സ്മോൾ എക്സ് ഡി എക്സ്. ഓക്കെ, പക്ഷേ ഈ എക്സ് പ്ലസ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്മോൾ എക്സ് ആണ് ഇവിടെ റണ്ണിങ് വേരിയബിൾ, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു സ്മോൾ എക്സിലാണ്. അപ്പോൾ എക്സ് വേരി ചെയ്യുന്നത് 0 to ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ എക്സ് പോസിറ്റീവാണ്. സോ ഫോർ പോസിറ്റീവ് എക്സ്, എക്സ് പ്ലസ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്നത് ഈ ഇവൻറ്റ് എന്തിന് തുല്യമാണ്? എക്സ് എന്നുള്ളൊരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ പോസിറ്റീവ് നമ്പറിനേക്കാളും വലുതാവുന്നു ക്യാപ് എക്സ് പ്ലസ്. അപ്പോൾ ക്യാപ് എക്സ് പ്ലസിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ക്യാപ് എക്സ് പ്ലസ് എന്ത് തന്നെയാകും? എക്സ് തന്നെയാകും. ഓക്കെ, സോ അപ്പോൾ ഈ രണ്ട് ഇവൻറ്റും ഇക്വലൻ്റ് ആണ്. എക്സ് പ്ലസ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്ന ഇവൻറ്റും ക്യാപ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്ന ഇവൻറ്റും സ്മോൾ എക്സ് പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ ഇത് രണ്ടും ഇക്വലൻ്റ് ആണ്. ദിസ് ഇസ് ജസ്റ്റ് ബൈ ദ ഡെഫിനേഷൻ ഓഫ് ക്യാപ് എക്സ് പ്ലസ്. ക്യാപ് എക്സ് പ്ലസിൻ്റെ ഡെഫിനേഷൻ ഒന്നുകൂടെ നോക്കൂ. ക്യാപ് എക്സ് പ്ലസ് ഈസ് മാക്സിമം ഓഫ് ക്യാപ് എക്സ് ആൻഡ് 0. ഓക്കെ, അപ്പോൾ ക്യാപ് എക്സ് പ്ലസ് ഗ്രേറ്റർ ദാൻ എ പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 എടുക്കില്ല. അപ്പോൾ ക്യാപ് എക്സ് തന്നെയാണ് അവിടെ വരിക. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇവൻറ്റിനെ മാറ്റി എഴുതിയാൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. സോ എക്സ് പ്ലസിൻ്റെ എക്സ്പെക്റ്റേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതുപോലെ തന്നെ എക്സ് മൈനസിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ത് വരും? ഓൾസോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എക്സ് മൈനസ് ഗ്രേറ്റർ ദാൻ എക്സ് ഡി എക്സ്. ഇവിടെയും സ്മോൾ എക്സ് എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റിയിലാണ് വരുന്നത്. സോ ഫോർ പോസിറ്റീവ് സ്മോൾ എക്സ്, എക്സ് മൈനസ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്ന ഈ ഇവൻറ്റ് ഏതിനോട് ഈക്വലൻ്റ് ആയിരിക്കും? സി, ഇവിടെ എക്സ് പോസിറ്റീവ് ആണല്ലോ. എക്സ് മൈനസ് എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്? എക്സ് മൈനസിൻ്റെ വാല്യൂ അനുസരിച്ച് ഇറ്റ് ഈസ് എ മാക്സിമം ഓഫ് നെഗറ്റീവ് എക്സ് ആൻഡ് 0. അപ്പോൾ എക്സ് മൈനസ് പോസിറ്റീവ് ആകുന്നത് എപ്പോഴാണ്? അത് നെഗറ്റീവ് എക്സ് ആകുമ്പോഴാണ്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇത് 0 ആകണം. ഓക്കെ, സോ എക്സ് മൈനസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എക്സ് മൈനസ് ഗ്രേറ്റർ ദാൻ എ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് ഈക്വലൻ ടു സേ ദാറ്റ് negative of x is bigger than 0. This is just by the definition of x minus, negative part. So this is equal to integral 0 to infinity probability of the event negative x bigger than small x dx. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. സി, നെഗറ്റീവ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലൻ ടു എക്സ് ലെസ് ദാൻ നെഗറ്റീവ് എക്സ് ഡി എക്സ്, ബിക്കോസ് ദിസ് ഇവൻറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് എക്സ് ഈസ് ഇക്വലൻ ടു x less than negative x. These two events are equivalent. So that means integral 0 to infinity x less than negative x. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. Put negative x equal to y. Okay, y equal to negative x എന്ന് കൊടുക്കാം. y equal to negative x കൊടുക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ച് വരും?
ലിമിറ്റ് മാറും അല്ലേ? ലിമിറ്റ് എക്സ് സീറോയിലേക്ക് പോകുമ്പോൾ വൈയും സീറോയിലേക്ക് പോകും. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ വൈ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ നെഗറ്റീവ് എക്സിനെ വൈ എന്ന് വിളിച്ചിട്ടുണ്ട്. ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? നെഗറ്റീവ് ഡി വൈ ആയിട്ട് വരും. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നെഗറ്റീവിനെ പുറത്തിട്ട് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ 0 ടു മൈനസ് ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് വൈ ലെസ് ദാൻ, സോറി വൈ അല്ല, എക്സ് ലെസ് ദാൻ വൈ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ വൈ ഡി വൈ. ഈ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിമിറ്റിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാമല്ലോ, ഇൻ്റർചേഞ്ച് ചെയ്യാമല്ലോ. സോ ദിസ് ഇസ് സെയിം ആസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0. നെഗറ്റീവ് ഓഫ് ദിസ് same as integral minus infinity to 0. Just interchange the limits of integration. Okay, probability of the event x less than y dy. That means expectation of x minus എന്ന് പറയുന്നത് integral minus infinity to 0 probability of the event x less than y dy. x less than y ക്ക് വരെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാമല്ലോ. മൈനസ് ദാറ്റ് ദിസ് ഇസ് സെയിം ആസ് probability of x less than small x dx. ഇതൊരു ഡമ്മി വേരിയബിൾ ആണല്ലോ, വൈക്ക് പകരം എക്സ് എഴുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസിൻ്റെയും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസിൻ്റെയും എക്സ്പ്രഷനായി ദെർഫോർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എക്സ് ലെസ് ദാൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. ഈ ഫോർമുല എക്സ്പെക്റ്റേഷൻ ഏതൊരു റാൻഡം വേരിയബിളിൻ്റെയും എക്സ്പെക്റ്റേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഈ രണ്ട് പ്രോബബിലിറ്റിയിലുള്ള ഇൻഫർമേഷനെ ആവശ്യമുള്ളൂ. ഈ രണ്ട് പ്രോബബിലിറ്റിയുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തരും. ഓക്കെ, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, കണ്ടിന്യൂസ് കേസിലാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എക്സ് ലെസ് ദാൻ എക്സ് എന്ന് പറയുന്നതും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ എക്സ്പ്രഷനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് തന്നെ എഴുതാൻ പറ്റും. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻ്ററി പ്രോബബിലിറ്റിയാണ്. സോ അതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ടും എഴുതാൻ പറ്റും. അപ്പോൾ ഒരു റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് അതിൻ്റെ ഇൻ്റഗ്രേഷനിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കാം. സോ ആദ്യം നമ്മൾ നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിളിന് അത് ഡിറൈവ് ചെയ്തു, ശേഷം ജനറൽ റാൻഡം വേരിയബിളിനും ഡിറൈവ് ചെയ്തു. ഓക്കെ, ഈ എക്സ്പെക്റ്റേഷന് നമ്മൾ മീൻ എന്ന് പറയും. സോ ഇ ഓഫ് എക്സ് ഈസ് കോൾഡ് ദ മീൻ ഓർ ആവറേജ് എന്നും പറയും. മീൻ ഓർ ആവറേജ് ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് or of the distribution of the random variable x. Okay, and is denoted by the symbol mu എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. സോ mu ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ കോൺവേഴ്സ്ലി, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഫൈനൈറ്റ് ആണെങ്കിൽ ആ എക്സ്പെക്റ്റേഷനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതാണല്ലോ അർത്ഥം. ഈ റൈറ്റ് സൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇൻ്റഗ്രലും കൺവേർജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇൻ്റഗ്രലും കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് കൺവേർജൻ്റ് ആണ്. ആ ഡിഫറൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിനോട് ഈക്വൽ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല എസ്റ്റാബ്ലിഷ് ചെയ്തതോടുകൂടി നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുക്കുമ്പോൾ നമുക്ക് മീൻ കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെ എക്സ്പെക്റ്റേഷന് പകരം എക്സിൻ്റെ പവറുകളുടെ എക്സ്പെക്റ്റേഷൻ എടുക്കാം. എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ, എക്സ് ക്യൂബിൻ്റെ, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ എക്സ് പവർ എൻ ഇൻ ജനറൽ, വേർ എൻ ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, എൻ ഒരു ഇൻറ്റിജറായിട്ട് എടുക്കുക. എക്സ് റേസ് ടു എന്നിൻ്റെ പോസിറ്റീവ് ഇൻറ്റിജറായിട്ട്. എക്സ് റേസ് ടു എന്നിൻ്റെ എക്സ്പെക്റ്റേഷനെയാണ് നമ്മൾ nth ഓർഡർ മൊമെൻറ്റ് ഓർ nth റോ മൊമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. So we have the definition. For a natural number k, the kth moment of a random variable x about origin is denoted by the symbol small m sub k and is defined by small m sub k. This small m stands for moments. Okay, kth order moment, mk equal to expectation of x power k. അപ്പോൾ എക്സ് പവർ കെയുടെ എക്സ്പെക്റ്റേഷൻ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് വിളിക്കുക? kth moment of the random variable or of the distribution about origin or about 0. Okay, not that m1 k1 ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ട
എക്സ്പെക്റ്റേഷൻ ആണ് അഥവാ മീൻ ആണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ മ്യൂ. ഇനി ഒറിജിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ആർബിട്രറി പോയിന്റ് കൊടുക്കാം. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ വരിക? അപ്പോൾ ഒറിജിന് പകരം നമ്മൾ വേറെ ഏതെങ്കിലും ആർബിട്രറി പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ the kth moment of the random variable x about an arbitrary point c is defined as expectation of x minus c power k. ഓക്കെ, ആ പോയിന്റിൽ നിന്ന് ആ ആർബിട്രറി പോയിന്റിൽ നിന്ന് ഡിഫറൻസ് എടുക്കുക, എക്സിൻ്റെ ഡിഫറൻസ് എക്സ് മൈനസ് സി എന്ന് പറയുന്ന ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കേത്ത് പവറിൻ്റെ എക്സ്പെക്റ്റേഷൻ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കേത്ത് മൊമെൻ്റ് എബൌട്ട് ദാറ്റ് ആർബിട്രറി പോയിന്റ്. ഈ ആർബിട്രറി പോയിന്റ് സി എന്ന് പറയുന്നത് 0 എടുക്കുമ്പോഴാണ് നമ്മുടെ ഏത് വരുന്നത്, മൊമെൻറ്റ് കേത്ത് മൊമെൻറ്റ് ഓഫ് എക്സ് എബൌട്ട് ഒറിജിൻ, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് കേത്ത് റോ മൊമെൻറ്റ് എന്നൊക്കെ പറയും കേട്ടോ. കേത്ത് റോ മൊമെൻറ്റ് എന്നും പറയാം. ദിസ് ഓൾസോ കോൾഡ് കേത്ത് റോ മൊമെൻറ്റ്. റോ മൊമെൻറ്റ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ, എന്നാലും വേണമെങ്കിൽ അങ്ങനെ കോൾ ചെയ്യാം. കേത്ത് റോ മൊമെൻറ്റ് ഓർ കേത്ത് മൊമെൻറ്റ് ഓഫ് എക്സ് എബൌട്ട് ഒറിജിൻ. ഓക്കെ, എബൌട്ട് ആൻ ആർബിട്രറി പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആ ആർബിട്രറി പോയിന്റിൽ നിന്ന് ഡിഫറൻസിൻ്റെ കറസ്പോണ്ടിങ് പവേഴ്സ് കമ്പ്യൂട്ട് ചെയ്തിട്ട് വേണം എക്സ്പെക്റ്റേഷൻ എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ആർബിട്രറി പോയിന്റ് സി എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ മ്യൂ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സെൻട്രൽ മൊമെൻറ്റ്. ഓക്കെ, സോ അപ്പോൾ സെൻട്രൽ മൊമെൻറ്റ് ഡെഫിനേഷൻ എങ്ങനെ വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ പവർ കെ, അതിനെയാണ് കേത്ത് സെൻട്രൽ മൊമെൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ദ കേത്ത് സെൻട്രൽ മൊമെൻറ്റ് where k is a natural number of a random variable x is denoted by mu sub k and is defined as mu k equal to expectation of x minus mu power k. ഓക്കെ, അപ്പോൾ മ്യൂ കെ എന്ന് പറയുന്നതിന് സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയും, കേത്ത് സെൻട്രൽ മൊമെൻറ്റ്. അതിൽ മ്യൂ 0 ആയിക്കഴിഞ്ഞാൽ അത് റോ മൊമെൻ്റ് ആകും. ഓക്കെ, അതിന് വേറെ നൊട്ടേഷനുണ്ട് എം കെ. ഇനി എം കെയും മ്യൂ കെയും തമ്മിലുള്ള റിലേഷൻ, അതായത് മ്യൂ കെകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എം കേസ് കമ്പ്യൂട്ട് ചെയ്യാം. നേരെ തിരിച്ചും എം കെയുടെ വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ മ്യൂ കേസ് കമ്പ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന അത് എങ്ങനെയാണ് കിട്ടുന്നത്? നത്തിങ് ബട്ട് ഇവിടെ കെ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണല്ലോ, അതുകൊണ്ട് തന്നെ എക്സ് മൈനസ് മ്യൂ പവർ കെക്ക് നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുത്ത് എക്സ്പെക്റ്റേഷൻ്റെ ലീനിയാരിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ മ്യൂ കെൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എം കെകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം. So derive expression for mu k in terms of m k's and conversely. So by definition, what is mu k? Mu k is by definition mu k is expectation of x minus mu whole power k, where k is an integer, positive integer. ഓക്കെ, ഇനി എക്സ് മൈനസ് മ്യൂ ഹോൾ പവർ കെയുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പവർ കെ മൈനസ് കെ സി വൺ എക്സ് പവർ കെ മൈനസ് വൺ മ്യൂ പ്ലസ് കെ സി ടു എക്സ് പവർ കെ മൈനസ് ടു മ്യൂ സ്ക്വയർ മൈനസ് കെ സി ത്രീ എക്സ് പവർ കെ മൈനസ് ത്രീ മ്യൂ ക്യൂബ് പ്ലസ് എക്സെട്ര എക്സെട്ര. ഫൈനലി എന്ത് വരും? നെഗറ്റീവ് 1 ടു ദ പവർ കെ മ്യൂ പവർ കെ അല്ലേ? ഇതാണല്ലോ എക്സ് മൈനസ് മ്യൂ പവർ കെയുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ. ഇനി ഇതിൽ എക്സ്പെക്റ്റേഷൻ്റെ ലീനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പവർ കെ മൈനസ് കെ സി വൺ മ്യൂ എന്നൊക്കെ പറയുന്ന കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തിടാം. സോ കെ സി വൺ ടൈംസ് മ്യൂ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പവർ കെ മൈനസ് വൺ പ്ലസ് കെ സി ടു into mu square times expectation of x power k minus 2 plus minus kc3 into mu cube expectation of x power k minus 3 plus etc plus negative 1 to the power k into mu power k. ഇത് കോൺസ്റ്റൻ്റ് ആണ്, mu power k അല്ലേ? ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് കോൺസ്റ്റൻ്റ് ആണ്, ലാസ്റ്റ് ടേം കോൺസ്റ്റൻ്റ് ആണ്. നെഗറ്റീവ് 1 പവർ കെ ഇൻറ്റു മ്യൂ പവർ കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് തന്നെ വരും. ഇനി നോക്കൂ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പവർ കെ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കേത്ത് റോ മൊമെൻറ്റ്. സോ ഇറ്റ് ഹാസ് ദ നൊട്ടേഷൻ എം കെ അല്ലേ? ഇത് എം കെ ആണ് ഡെഫിനിഷൻ പ്രകാരം. മൈനസ് ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്തത് ബൈ യൂസിങ് ലീനിയാരിറ്റി ഓഫ് എക്സ്പെക്റ്റേഷൻ. ഓക്കെ, സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പവർ കെ എന്ന് പറയുന്നത് എം കെ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എം കെ മൈനസ് കെ സി വൺ ഇൻറ്റു മ്യൂ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പവർ കെ മൈനസ് വൺ എന്ന് പറയുന്നത് എം കെ മൈനസ് വൺ പ്ലസ് കെ സി ടു
mu square into mk minus 2 minus kc3 mu cube mk minus 3 plus etc. plus or minus negative 1 power k into mu power k. Okay. So mu k എന്ന് പറയുന്നത് kth സെൻട്രൽ മൊമെൻറ്റ് നമുക്ക് എങ്ങനെ കാണാം? kth സെൻട്രൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എന്തറിഞ്ഞാൽ മതി? kth റോ മൊമെൻറ്റ് k വരെയുള്ള റോ മൊമെൻറ്റ്സും അറിഞ്ഞാൽ മതി അല്ലേ? ഈ മ്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് m1 ആണ്. അപ്പോൾ നമുക്കത് അതിനെ ഈ മ്യൂവിനെ നമുക്ക് m1 കൊണ്ട് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എം കേസിൻ്റെ ടേമിലായിട്ട് മാറും. സോ വേർ മ്യൂ, സോ let me rewrite, this is equal to, that is mu k, kth central moment is given by mk minus kc1 m1 into mk minus 1 plus kc2 m1 square, okay, mk minus 2 minus kc3 m1 cube into mk minus 3 plus etc. plus negative 1 to the power k m1 power k, where m1 is the mean, mu. അപ്പോൾ kth സെൻട്രൽ മൊമെൻറ്റ് കിട്ടാൻ k വരെയുള്ള റോ മൊമെൻറ്റ് അറിഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ mu3 കാണാൻ m1 m2 m3 അറിഞ്ഞു കഴിഞ്ഞാൽ mu3 കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നേരെ തിരിച്ച് kth സെൻട്രൽ മൊമെൻറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. Okay, so by definition mk, kth റോ മൊമെൻറ്റ് equal to expectation of x power k. ഈ എക്സിന് നമുക്ക് x മൈനസ് മ്യൂ പ്ലസ് മ്യൂ എന്ന് എഴുതാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ kth പവർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുക. x മൈനസ് മ്യൂ ഒരു ടേമും മ്യൂ രണ്ടാമത്തെ ടേമുമായിട്ട് ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ലീനിയർ ആയതുകൊണ്ട് ലീനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തെഴുതാം. അപ്പോൾ നോക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ പവർ കെ, ഇത് മറ്റൊന്നുമല്ല നമ്മുടെ സെൻട്രൽ മൊമെൻ്റ് ആണ്, kth സെൻട്രൽ മൊമെൻറ്റ്. സോ ഇറ്റ് ഈസ് മ്യൂ കെ. എക്സ് മൈനസ് മ്യൂ പവർ കെ മൈനസ് 1 ഈസ് മ്യൂ കെ മൈനസ് 1 mu k minus 2. So we have the expression for mk equal to that is kth raw moment equal to kth central moment mu k plus kc1 mu into mu k minus 1 plus k2 into mu square into mu k minus 2 plus etc. plus mu power k. അപ്പോൾ kth വരെയുള്ള kth ഓർഡർ വരെയുള്ള സെൻട്രൽ മൊമെൻറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ kth റോ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. kth ഓർഡർ വരെയുള്ള റോ മൊമെൻറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ kth സെൻട്രൽ മൊമെൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും. It is just because of the binomial expansion and using the linearity of expectation. Okay. ഇനി നമുക്ക് ഒന്ന് രണ്ട് റിസൾട്ടുകൾ നോക്കാം. എന്താണ് mu1 വരിക? സോ സം റിസൾട്ട്സ്. Number 1, mu1 will always be 0. First central moment always be 0. Why? Because by definition kth central moment is expectation of x minus mu power k. Okay. So therefore mu1 എന്ന് പറയുന്നത് എന്ത് വരും? mu1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ, കെക്ക് 1 കൊടുക്കുന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ എക്സ്പെക്റ്റേഷൻ്റെ ലീനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ എന്ന് എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മ്യൂ ആണ്. ഓക്കെ, നൊട്ടേഷൻ. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ എന്ന് പറയുന്നത് മ്യൂ ആണ്, കാരണം മ്യൂ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ മ്യൂ മൈനസ് മ്യൂ ഈക്വൽ ടു 0. അപ്പോൾ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ്റെയും ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. സോ ദ ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ് always be 0. ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ്റെയും ആദ്യത്തെ സെൻട്രൽ മൊമെൻറ്റ് 0 ആയിരിക്കും. ഇനി ഇതിലെ സെൻട്രൽ മൊമെൻറ്റിലെ kth സെൻട്രൽ മൊമെൻറ്റിലെ ഒരു സ്പെഷ്യൽ മൊമെൻ്റാണ് വേരിയൻസ് എന്ന് പറയുന്നത്. കേക്ക് 2 കൊടുക്കുമ്പോൾ കിട്ടുന്ന മൊമെൻറ്റിനെയാണ്, സെൻട്രൽ മൊമെൻറ്റിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ദ ഡെഫിനിഷൻ ഓഫ് വേരിയൻസ്. The second central moment of a random variable if exist ചെയ്യുന്നുണ്ടെങ്കിൽ, ഉറപ്പില്ല, എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. if exist is called its variance and is denoted by
ഒന്നുകിൽ നമ്മൾ VARX എന്ന് എഴുതും, എക്സ് എന്നുള്ള റാൻഡം വേരിയബിളിൻ്റെ. സോ മൊമെൻറ്റ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് എന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. So denoted by VARX, variance of x, or by the symbol sigma square. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ റാൻഡം വേരിയബിൾ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ സിഗ്മ സ്ക്വയറിൻ്റെ താഴെ ആ റാൻഡം വേരിയബിളും കൂടെ നൊട്ടേഷൻ കൊടുക്കും. സിഗ്മ സ്ക്വയർ എക്സ്, സിഗ്മ സ്ക്വയർ വൈ എന്നൊക്കെ കൊടുക്കും. ഒരു റാൻഡം വേരിയബിൾ ഉള്ളെങ്കിൽ ജസ്റ്റ് സിഗ്മ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. So what is the definition? That is variance of x or sigma square is expectation of x minus mu square. Okay, this is a definition. പക്ഷേ നമുക്കറിയാം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റിൻ്റെ റോ മൊമെൻറ്റുകളുടെ ടേമിൽ നമുക്ക് എഴുതിയാൽ ഈ ഫോർമുലയെ നമുക്കിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ ഹാവ് എ റിസൾട്ട്. സിഗ്മ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതെങ്ങനെ കിട്ടുന്നത്? നമ്മൾ സെക്കൻഡ് കേറ്റ് സെൻട്രൽ മൊമെൻറ്റിന് റോ മൊമെൻറ്റ്സിൻ്റെ ടേമിൽ എഴുതിയല്ലോ, അത് ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ ഇവിടെ തന്നെ നേരിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിന് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിന് എക്സ്പാൻഷൻ കൊടുക്കുക, എക്സ് സ്ക്വയർ മൈനസ് 2μx പ്ലസ് മ്യൂ സ്ക്വയർ. ഓക്കെ, എന്നിട്ട് എക്സ്പെക്റ്റേഷൻ്റെ ലീനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2μ ടൈംസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് മ്യൂ സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മ്യൂ തന്നെയാണ്, അപ്പോൾ അത് ഈ ഫോർമുലയിലേക്ക് ചെറുതായിട്ട് വരും. സോ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. റോ മൊമെൻറ്റ്സിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ ഇതിന് നമുക്ക് M2 മൈനസ് M1 അഥവാ മ്യൂ, ഓക്കെ, മ്യൂ സ്ക്വയർ ഇങ്ങനെ എഴുതാം. ഓക്കെ, യെസ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഒബ്സർവേഷൻ നമുക്ക് നടത്താവുന്നത്, ഇതെല്ലായ്പ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സിഗ്മ സ്ക്വയർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. വൈ? ബിക്കോസ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വിത്ത് പ്രോബബിലിറ്റി 1. ഓക്കെ, വിത്ത് പ്രോബബിലിറ്റി 1. കാരണം എന്താണ്? ഇതൊരിക്കലും നെഗറ്റീവ് വാല്യൂ അസ്യൂം ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ബിക്കോസ് ഇറ്റ് ഈസ് എ സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായി പറ്റും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയി പറ്റും. അതായത് വേരിയൻസ് ഒരു കാരണവശാലും നെഗറ്റീവ് വരില്ല. ആ ഒരു ഐഡിയയിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് പറയാൻ പറ്റും. സോ ഐ ഹാവ് ദിസ് പ്രോബ്ലം. ഷോ ദാറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, expectation of a square is always greater than or equal to square of expectation. How do we prove? By the simple observation that we have variance of x is always greater than or equal to 0. That means expectation of x square minus expectation of x whole square is always greater than or equal to 0. That means expectation of x square is greater than or equal to expectation of x whole square. Okay. Next problem, show that variance of ax plus b equal to a square times variance of x, where a and b are constants. ഇത് എന്താ പറയുന്നത്? ax plus b എന്ന് പറയുന്ന അതൊരു റാൻഡം വേരിയബിൾ ആണ്. എക്സ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ax plus bയും റാൻഡം വേരിയബിൾ ആണ്. അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് എ സ്ക്വയർ ടൈംസ് വേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ നോക്കൂ, ഈ പ്ലസ് ബി എന്ന് പറയുന്ന ഈ കോൺസ്റ്റൻറ്റ് യാതൊരു എഫക്റ്റും വേരിയൻസിന് വരുത്തുന്നില്ല. ഇപ്പോൾ എ എക്സ് പ്ലസ് 3, എ എക്സ് പ്ലസ് 2, ഓക്കെ, എ എക്സ് മൈനസ് 1 ഓർ സിംപ്ലി എ എക്സ്, ഇവരുടെ എല്ലാവരുടെയും വേരിയൻസ് സെയിം ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേഷൻ കൊണ്ട് വേരിയൻസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഐഡിയ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്താണ് വരിക? വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡെഫിനിഷൻ അനുസരിച്ച് ദിസ് ഇസ് നത്തിങ് ബട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് ദിസ് റാൻഡം വേരിയബിൾ എ എക്സ് പ്ലസ് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി. ഇതാണല്ലോ ഡെഫിനിഷൻ വേരിയൻസിൻ്റെ. ഓക്കെ, ഒരു റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ. ഇറ്റ് ഈസ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ദി സ്ക്വയർ ഓഫ് ദി ഡീവിയേഷൻസ് ഓഫ് ദ റാൻഡം വേരിയബിൾ ഫ്രം ഇറ്റ്സ് എക്സ്പെക്റ്റേഷൻ. ഓക്കെ, അതാണ് ബേസിക് ഡെഫിനിഷൻ, സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സിംപ്ലിഫിക്കേഷൻ നടത്തിയാൽ എ എക്സ് പ്ലസ് ബി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ ടൈംസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി അല്ലേ? ഇവിടെ മൈനസ് പുറത്തുള്ളതുകൊണ്ട് അതുകൊണ്ട് കൊടുക്കുമ്പോൾ മൈനസ് ബി എന്നാകും ഹോൾ സ്ക്വയർ. അപ്പോൾ നോക്കൂ, ഇവിടെ ബി ക്യാൻസൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും.
ഓക്കെ, ബി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്താ ബാക്കി ഉണ്ടാവുക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് മൈനസ് എ ടൈംസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നാകും. ഇവിടെ രണ്ടിടത്തും എ കോമൺ ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ഞാനത് പുറത്തെഴുതുമ്പോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയറോട് കൂടി ഈ എക്സ്പെക്റ്റേഷൻ്റെ വെളിയിൽ എഴുതാം, ബിക്കോസ് എക്സ്പെക്റ്റേഷൻ ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. സോ ഐ ക്യാൻ റൈറ്റ് എ സ്ക്വയർ ടൈംസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വേരിയൻസ് ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ടൈംസ് വേരിയൻസ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എ എക്സ് പ്ലസ് ബിയുടെ വേരിയൻസ് എന്താണ്? എ സ്ക്വയർ ടൈംസ് വേരിയൻസ് ഓഫ് എക്സിന് തുല്യമാണ്. അപ്പോൾ എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് ആദ്യം എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ബി ആഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ എ കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ അവിടെ ഒരു റൊട്ടേഷനാണ് സംഭവിക്കുന്നത്, സ്കെയിലിംഗ്. ഓക്കെ, സ്കെയിലിംഗ് അല്ലെങ്കിൽ റൊട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു സ്കെയിലിംഗ് അഥവാ ഒരു റൊട്ടേഷൻ ഇവിടെ സംഭവിച്ചു റാൻഡം വേരിയബിളിൽ. പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ലേഷൻ ഇവിടെ സംഭവിച്ചു. അപ്പോൾ ആ റൊട്ടേഷൻ സ്കെയിലിംഗ് ഫാക്ടറിൻ്റെ സ്ക്വയർ കൊണ്ട് ഒറിജിനൽ റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എഫക്റ്റാണ് എ എക്സ് പ്ലസ് ബിയുടെ വേരിയൻസിൽ സംഭവിക്കുന്നത്. ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അതിന് യാതൊരു എഫക്റ്റും വേരിയൻസിനും ഇല്ല. പക്ഷേ എക്സ്പെക്റ്റേഷനിൽ അങ്ങനെയല്ല. എക്സ്പെക്റ്റേഷനെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ലേഷൻ കൂടെ എഫക്റ്റ് ചെയ്യും എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ ടൈംസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി തന്നെയാണ്. പക്ഷേ വേരിയൻസിൽ ആ പ്ലസ് ബി അവിടെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ടു ഒബ്സർവ് അബൌട്ട് വേരിയൻസ് ഓഫ് എ കോമ്പിനേഷൻ എ എക്സ് പ്ലസ് ബി. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു നോക്കൂ. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി ഫോളോയിങ് 3 ഡിസ്ട്രിബ്യൂഷൻസ്, ഇതിൻ്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കാം. സെക്കൻഡിലും തേർഡിലും സെൻട്രൽ മൊമെൻറ്റ്സ് ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. mu2 mu3 mu4 ഓഫ് ദ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, mu2 mu3 ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. താങ്ക് യു.